നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ഈ വാരകാലത്ത് മേടൻ രാശിയിൽ ചൊവ്വയുണ്ട്. രാശിധിപനായ ചൊവ്വ മേടൻ രാശിയിൽ നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ ആദിത്യനും, 3-ാം ഭാവത്തിൽ ബുധനും, 4-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, 5-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയം, മേടൻ രാശിക്കാർക്ക് വ്യാഴം വളരെ അനുകൂലമായി ഉച്ചസ്ഥനായി ഭാഗ്യാധിപനായി 4-ാം ഭാവത്തിൽ വന്നിരിക്കുന്ന നല്ലൊരു വിശേഷത മേടൻ രാശിക്കാർക്കുണ്ട്. ലഗ്നത്തിൽ ചൊവ്വ രുചക മഹായോഗം ചെയ്ത് നിൽക്കുന്നു. ഒരു സർവ്വസൈന്യാധിപൻ്റെ റോള് ഭാഗമാകുന്നു ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് മേടൻ രാശി. നരപതി സൽകൃത, തന്നെ രാജാവ് സൽക്കരിക്കുക, അടനഹ സഞ്ചരിക്കുക, ചമൂപഹ ചമൂൻ പാതി ഇതി ചമൂപഹ. ഒരു ഗ്രൂപ്പിനെ, റെജിമെൻറ്റിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക. മിലിറ്ററിയിൽ അല്ലെങ്കിൽ പോലീസിലായാൽ സല്യൂട്ട്, തന്നെ മറ്റൊരു സല്യൂട്ട് ചെയ്യുന്നൊരവസ്ഥ സംജാതമാവുക. സധനാൻ, നല്ല ധനത്തോടു കൂടിയിരിക്കുക. 2-ാം ഭാവത്തിൽ ആദിത്യൻ വരുമ്പോൾ തന്നെ ധനയസ്യ ഭാനുസ ഭാഗ്യാധികസ്യ, ഭാഗ്യം വളരെ കൂടും. പക്ഷെ അവിടെ 2-ൽ നിൽക്കുന്ന ആദിത്യൻ കുടുംബത്തിൽ സ്ത്രീ കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നൊരു ഫലമുണ്ട്. ചതുഷ്പാസുഖം സദ്വേയ സംജയാതി കുടുംബേ കലിൽ ജായതേ ജായയാപി ക്രിയാനിഷ്ഫലായാതി ലാഭസ്യ ഹേതോഹം. വാഹനസുഖം ലഭിക്കും. വാഹനം വാങ്ങേണ്ട എല്ലാ സൗഭാഗ്യവും ഈ ഒരു വാരം ഉണ്ടാകും. കാരണം എന്താണ്? വാഹന കാരകനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. 4-ാം ഇടം വാഹനഭാവമാണ്. അതിനാൽ വാഹന സൗഭാഗ്യം ഉണ്ടാകുന്നു. കുടുംബത്തിൽ സ്ത്രീ കാരണം, ഭാര്യ കാരണം കലിയുണ്ടാകും, കലഹമുണ്ടാകും എന്നൊരു ഫലമുണ്ട്. അതിനാൽ കൂട്ടുകുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. മറ്റൊരു വിഷയം കൂടിയുണ്ട്. 4-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ഉണ്ടെങ്കിലും തൻ്റെ വേശ്മ, വീട്, ജന്മഗ്രഹം ചിന്തിക്കേണ്ടുന്ന 4-ാം ഭാവാധിപനായ ചന്ദ്രൻ വളരെ ദുർബലമായി ശനിയോടുകൂടി 12 നിൽക്കുന്നു. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ, അച്ഛനെയും അമ്മയും ചിന്തിച്ച് ഉള്ളിൽ വിഷാദമുണ്ടാകും. ഈ ഒരു വാരക്കാലം മാതാവിന് നല്ലൊരു സമയമല്ല. പലപ്പോഴും മാതൃസംബന്ധിയായ സ്വത്ത് നഷ്ടപ്പെടുക, അവിടെ വിവാദങ്ങൾ വരിക, അമ്മമ്മന്മാരുമായി കലഹങ്ങളൊക്കെ ഉണ്ടാവുക, അച്ഛൻ്റെ ഭാഗത്തുള്ള സ്വത്ത് ലഭിക്കുക. 9-ാം ഭാവാധിപനാണ് ഉച്ചസ്ഥനായി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും പൈതൃകമായ സ്വത്ത്, മാതൃകമായതല്ല, അത് ലഭിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വരും. നിർബന്ധമായും 4-ാം ഭാവം ധർമ്മദേവ സങ്കേതമാണ്. അതിനാൽ ധർമ്മദേവ സങ്കേതങ്ങളിൽ അവിടെ വിളക്ക്, മാല, തിരി ഒക്കെ സമർപ്പിക്കുക, അവിടെ പുഷ്പാഞ്ജലി ചെയ്യുക. കാരണം 16-ാം തീയതി പുതിയ മാസം ആരംഭിക്കുകയാണ്, മിഥുനമാസം ആരംഭിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഈ ഒരു വാരം ചെയ്യണം. അതിൻ്റെ ഒരു ഭാഗഭാക്കാവുക. അതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കട്ടെ. ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പൂ തറവാടുകൾ എന്നാണ് പ്രമാണം. ധർമ്മദൈവങ്ങൾ പ്രസാദിക്കുമ്പോൾ തറവാട് കുളിർത്തു വരും.
അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും അനന്തര തലമുറക്കും വരും. അതിനാൽ വാഹന ലാഭം, സാമ്പത്തികമായ ലാഭം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലേശം ശ്രദ്ധിക്കുക. മേടൻ രാശിക്കാർക്ക് വലിയ ചില വ്യാപാര ബന്ധങ്ങൾ, വലിയ ചില ആളുകളുമായുള്ള സൗഹൃദത്തിലൂടെ മുന്നോട്ട് കുതിച്ചു പായുവാനുള്ള ഒരു കരുത്ത് വരുന്ന വാരമാണിത്. ധർമ്മദൈവ പ്രീതി മാത്രമേ ഞാനിവിടെ നിങ്ങളോട് നിർദ്ദേശിക്കുന്നുള്ളൂ. ശാരീരികമായി ലിവർ സിറോസിസ് ഉള്ള അല്ലെങ്കിൽ ഫാറ്റി ലിവർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് രോഗം മൂർച്ഛിക്കുവാനുള്ള സാധ്യത ഈ വാരം വളരെ കൂടുതലാണെന്ന് അറിയുക. അതിനാൽ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കുക. പാദങ്ങൾക്ക് പരിക്ക് വരാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം മേടൻ രാശിയുടെ സ്വഭാവം തന്നെ ദുർബല ജാനുഹു, കാൽമുട്ടുകൾക്ക് ബലക്കുറവ് വരിക, അവിടെ 12ാം ഭാവത്തിൽ ശനിയുണ്ട്, പതിസ്ഥരിഭേ വീഴ്ച വരിക, കർമ്മമേഖല പഴയ കർമ്മമേഖല ഒഴിവാക്കിക്കൊണ്ട് ഒരു പുത്തൻ കർമ്മമേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമൊക്കെ മേടൻ രാശിക്കാർക്ക് ഈ വാരം ലഭിക്കുന്നതാണ്. ഉത്സാഹിക്കുക. നന്നായി. നന്ദി, നമസ്തേ.